ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ 10-ാം ബ്ലോക്കിൽ താളിപ്പാറയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാന വീട് തകർത്തത്. ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടാമത്തെ വീടാണ് കാട്ടാന ഇപ്പോൾ തകർത്തിട്ടുള്ളത്. 10-ാം ബ്ലോക്ക് താളിപ്പാറയിലെ ഷിജു, ലളിത എന്നിവരുടെ വീടാണ് കാട്ടാന തകർത്തത്. നമുക്കിവിടെ ഇപ്പം വെളിച്ചമില്ലാത്തതുകൊണ്ട് അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് അതൊന്നും ഉണ്ടാക്കി തരാൻ ഒന്ന് ശ്രമിക്കുക. നമുക്കെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ആന വരുന്നത് ഇത് എല്ലാ ജനങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വെട്ടം വെളിച്ചം ഇല്ലാത്തവർക്ക് ആ വെട്ടം വെളിച്ചാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇന്നലെ മോളിൽ നിന്നാണ് ആനേനെ തുരത്തി, എന്നിട്ട് അവിടെ വന്ന് ഒളിച്ചു വെക്കുന്നു. എന്നിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ വരുമ്പോൾ ആന ഇങ്ങോട്ടിറങ്ങി, എന്നിട്ട് ഇവിടെ വന്ന് പ്ലാവിൻ്റെ കൊമ്പ് പൊട്ടിച്ചു. പിന്നെ ഇങ്ങോട്ട് വന്ന് നമ്മളെ കക്കൂസ് പൊളിച്ചിട്ടു. പിന്നെ ഭിത്തിയിലിടിച്ചു. പിന്നെ നമുക്ക് എന്തായാലും ഈ വെട്ടം വെളിച്ചം നമുക്ക് ആക്കി തരാൻ നമ്മളോടി. നമ്മളെ ജീവനും നമുക്ക് നോക്കണ്ടേ, അതുകൊണ്ട് നമ്മളോടി ഭക്ഷണം ഇട്ടിട്ട്. വീടിന്റെ ഭിത്തിയും ബാത്റൂമും ഉൾപ്പെടെ കാട്ടാന ചവിട്ടി തകർത്തിട്ടുണ്ട്. ആനമുക്കിലെ രമയുടെ വീട് ഭാഗികമായി കഴിഞ്ഞ ദിവസം കാട്ടാന തകർത്തിരുന്നു. ഷിജുവും കുടുംബവും രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവെയായിരുന്നു വീടിന് നേരെ കാട്ടാനയുടെ ആക്രമണം. സ്ഥിരം വന്ന് ഇതിൽ പോക്കാം. പക്ഷേ ഇങ്ങനെ ശല്യമില്ലായിരുന്നു. ഇപ്പോൾ ഒരാഴ്ചത്തോളത്തായി ഇത് വരുന്ന വഴി തന്നെ നേരിട്ട് ആന ഇറങ്ങിക്കഴിഞ്ഞാൽ കോട്ടപ്പാറന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഈ വഴിക്കാണ് വരിക. ഇവിടെ വന്ന് അതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഇന്നലെയാണ് ഇത് ഇത്രയും അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായത്. 9-ലോ ഒരു വീട് ചവിട്ടി പൊളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് ഇവിടെ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ഈ ഒറ്റപ്പാടും ബഹളം കേട്ടത്. അങ്ങനെയാണ് നമ്മൾ വന്ന് നോക്കിയത്. ആന അതിലെ വീടിൻ്റെ മേലെ കൂടി വരുന്നത് ഞങ്ങളറിയില്ല. അപ്പോൾ ഇവിടെ എത്തി അച്ചുവൻ്റെ പ്ലാവ് വന്ന് പിടിച്ച് കുരുക്കുന്ന സമയത്താണ് നമ്മൾ സംഭവം അറിയുന്നത്. അങ്ങനെയാണ് ആന അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. താഴോട്ട് വന്ന് ആദ്യം വന്ന് പിലാവ് കുലുക്കി നേരെ തിരിഞ്ഞ്, അന്നേരം ഇവർ വീട്ടുകാർ രണ്ടുപേരും വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടത്. ആന വന്ന് പിലാവ് കുലുക്കി അന്നേരം വീടിൻ്റെ നേരെ വന്ന് ആദ്യം ഭിത്തിയിടിച്ച് കഴിഞ്ഞ ശേഷമാണ് കക്കൂസ് ചവിട്ടി പൊളിച്ചത്. അന്നേരത്താണ് ഇവർ ഓടി. വീടിനകത്തേക്ക് കയറാൻ കാട്ടാന ശ്രമിച്ചെങ്കിലും സമീപത്തുള്ളവർ ഓടിയെത്തി ബഹളം വെച്ചതിനെ തുടർന്ന് പിന്തിരിയുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് ഷിജുവും കുടുംബവും രക്ഷപ്പെട്ടത്. രാത്രി 10:30 ഇത് അങ്ങന്നാന്ന് വന്നേ. മേലെയാ പോലും ഉണ്ടായേ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ഒച്ചപ്പാട് കേട്ട് നടക്കുന്നേ. പിന്നെ ഇതെല്ലാം വിറകെല്ലാം വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലും മുട്ടലെല്ലാം ആയപ്പോൾ നമ്മൾ മെല്ലെ ഒന്ന് നോക്കി. അന്നത്തേക്ക് അനങ്ങാണ്ട നിന്ന് പിന്നെ ചുമരിടിക്കാൻ തുടങ്ങി. അന്നേരം അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ നമ്മൾ ഇറങ്ങി ഓടി. പിന്നെയാണ് കക്കൂസ് പൊളിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ രണ്ടാമത്തെ വീടാണ് കാട്ടാന തകർക്കുന്നത്. കഴിഞ്ഞ ദിവസം ആനമുക്കിലെ രമയുടെ വീട് ആന തകർത്തിരുന്നു. അതിനു പിന്നാലെയാണ് 10-ാം ബ്ലോക്കിലെ താളിപ്പാറയിലെ ഷിജുവിൻ്റെ വീട് ഇപ്പോൾ കാട്ടാന തകർത്തിരിക്കുന്നത്. ഭാഗ്യം കൊണ്ടാണ് വീടിനുള്ളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഷിജുവും ഭാര്യ ലളിതയും ഓടി രക്ഷപ്പെട്ടത്. കാട്ടാന ബാത്റൂം തല്ലിത്തകർക്കുകയും അതോടൊപ്പം തന്നെ വീടിൻ്റെ മെയിൻ ഭിത്തിയിൽ ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഒച്ചപ്പാട് കേട്ട് മടങ്ങിയ ആന പിന്നീട് തൊട്ടടുത്തുള്ള പ്ലാവ് ഉൾപ്പെടെ മറച്ചിട്ടാണ് തിരിച്ചുപോയത്. കാട്ടാനയെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി വനം വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ തുടരുമ്പോൾ മറുഭാഗത്ത് പാവപ്പെട്ട ആദിവാസി വിഭാഗങ്ങളുടെ അവരുടെ സ്വയം രക്ഷാ കേന്ദ്രമായ വീടുകൾ പോലും തകർത്ത് തരിപ്പണമാക്കുകയാണ് കാട്ടാനക്കൂട്ടങ്ങൾ. ആരോട് എന്തു പറയാൻ എന്ന ചോദ്യവുമായി ഇവർ ഇങ്ങനെ നിൽക്കുകയാണ്. വെട്ടവും വെളിച്ചവുമില്ലാതെയാണ് ഷിജു ഈ വീടിനുള്ളിൽ കഴിയുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ആർലഫാം 10-ാം ബ്ലോക്ക് താളിപ്പാറയിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്.